രാവിലെ മദ്രസ ഉണ്ടായിനി. മദ്രസ കൊണ്ടായിട്ട് വന്ന് കിടന്ന് നല്ലൊരു ഉറങ്ങി. ഇപ്പം മദ്രസ എടുക്കാൻ വേണ്ടി വന്ന. അപ്പം അടുത്ത് പള്ളിയുണ്ട്. ഇവിടെ കയറി നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ പോരാ. ഹലോ ഗൈസ്, എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നോമ്പൊക്കെ ആയിട്ട് മദ്രസൊക്കെ രാവിലെ 9 മണിക്കാണ് തുടങ്ങുന്നത്. 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങും. എന്നാലും ഒരു തലയും പാലും ഇല്ലാത്ത പരിപാടി ഇത്. എന്താണെന്ന് വെച്ചാൽ രാവിലെ രാത്രി ഓട്ടം പകലോട്ടം ആകെ തലയും വിലങ്ങാണ് പരിപാടി. കാരണം എന്താ വെച്ചാൽ രാത്രി ഇവർക്കൊരോ പരിപാടി ജിമ്മായിട്ടും കളിക്കാൻ പോകാനായിട്ടൊക്കെ ഉണ്ടാവും. ഇത് കഴിഞ്ഞ് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങുമ്പോഴത്തേന് സുബീസ്കാരം കഴിയും. പിന്നെ 8:30 2.5 മണിക്കൂർ 3.5 മണിക്കൂർ ഉറങ്ങി 8:30 പിന്നെയും മദ്രസ എടുക്കുക. പിന്നെ 9 മണിയാകുമ്പോൾ മദ്രസയിലെത്തും. 12 മണിയാകുമ്പോൾ ഇത് കച്ചും. ആകെ വിലങ്ങാണ്. ഇനിയിപ്പോൾ എന്താ പരിപാടി വെച്ചാൽ ഇത് എടുക്കണം, മദ്രസ കൊണ്ടുപോയി എടുക്കണം. 12 മണിയാകുമ്പോൾ കൊണ്ടുപോയി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ 12:30 ആകുമ്പോൾ അടുത്ത മദ്രസ. അത് കഴിഞ്ഞാൽ പിന്നെ തുടങ്ങും. ഈ റൂമിലെത്തിയാൽ കുറച്ച് നേരം ഉറങ്ങട്ടോ. 1 മണിയാകുമ്പോൾ റൂമിലെത്തി കഴിഞ്ഞാൽ ഒരു 4 മണി വരെയൊക്കെ ഉറങ്ങിക്കൂടായില്ല. 4 മണി വരെയൊക്കെ 3 മണി 4 മണി വരെയൊക്കെ ഉറങ്ങും. അസറാകുമ്പോൾ തന്നെ ഉറങ്ങിയിട്ട് പിന്നെ തുടങ്ങുമ്പോൾ അടുത്ത പരിപാടി. ചിലപ്പോൾ റൂമിലെത്തി ഉറങ്ങാനും സമയം ഉണ്ടാവില്ല. പിന്നെ അടുത്ത പരിപാടി ഇറങ്ങും. അതായത് നമ്മളെ കറക്റ്റ് റൊട്ടേഷൻ പോയി കിട്ടി. അതന്നെ ചില ദിവസം മദ്രസ ഉണ്ടാവും, ചില ദിവസം ഉണ്ടാവില്ല. ഇനി ചിലപ്പോൾ 20 ദിവസം കഴിഞ്ഞാൽ മദ്രസ പൂട്ടാണ്, പിന്നെ തുറക്കാണ്. ഇതെന്നാണ് തുറക്കണത് എന്നാണ് പൂട്ടണമെന്ന് ഒരു ഇതുമില്ല. പരിപാടിയില്ല. കുറച്ച് ദിവസം പൂട്ടും, കുറച്ച് ദിവസം തുറക്കും. ആകെ വിലങ്ങ. തുറന്നു കഴിഞ്ഞാൽ മദ്രസ നമ്മൾ ഓട്ടം പൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓട്ടം വേറെ കോലത്തിലേക്കാണ്, തുറന്നു കഴിഞ്ഞാൽ നമ്മൾ വേറെ കോലത്തിലേക്കാണ്. ഇങ്ങനെയൊക്കെയാണ് പരിപാടി. ഇനിയിപ്പോൾ എന്താ കാട്ടെ എനിക്ക് മനസ്സിലാണില്ല. ഏതായാലും മദ്രസ എടുക്കാണ്ട് 2-3 ദിവസമായി ഇങ്ങനെ. എന്നാൽ ആകെ ഉറക്കം നോക്കിയിട്ട് രാവിലെ തന്നെ മദ്രസ എടുക്കുന്നത് ഉണ്ടോ ഇല്ലേ തന്നെ അറിയില്ല. ചിലപ്പോൾ വരും, ചിലപ്പോൾ പോവില്ല. അങ്ങനെയൊക്കെ കഥ. അത് ശരി. എന്തായാലും നമ്മൾ നോക്കുക, ചെക്കനെ കൊണ്ടുപോയി എടുക്കുക, തിരിച്ചു കൊണ്ടുപോയിടണം. 12 മണിക്ക് 12:15 ചുമ്മാ അല്ല നമ്മൾ നിസ്കാരം തെറ്റും. നിസ്കാരം എന്താ വെച്ചാൽ ജമാഅത്ത് കിട്ടൂല. അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. തെക്കുവ കൂടിയിട്ട് ആകെ റമദാനായിട്ട്. അങ്ങനെ രാവിലെ മദ്രസ കഴിഞ്ഞു. ഉച്ചക്കത്തെ മദ്രസ കഴിഞ്ഞു. രാവിലെ കൊണ്ടായിട്ട് ഉച്ചക്കത്തെ മദ്രസ ചക്കരെടുത്ത് ഒരു കുട്ടീനെയും കൂടി പോയി എടുക്കാറുണ്ട്. എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവരണം. അതെന്നെ പരിപാടി. ഇപ്പം നിസ്കാരം ളുഹറിൻ്റെ സമയം ഒക്കെ ആയതുകൊണ്ട് തന്നെ വലിയൊരു തിരക്കൊന്നും ഉണ്ടാവില്ല. രാവിലെ പറ്റ തിരക്കുണ്ട്, തീരെ തിരക്കുണ്ടാവില്ല. ഒരു 9 മണി കഴിഞ്ഞാൽ മദ്രസിൻ്റെ സമയമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡൊക്കെ ഫുള്ള് കാലിക്കണം. ഈ സമയത്തും വലിയൊരു കുഴപ്പമൊന്നുമില്ല, വലിയ കാലി തന്നെ റോഡൊക്കെ. മദ്രസ എടുക്കുന്ന ആ തിരക്ക് ചെറിയൊരു തിരക്കുള്ളൂ. അസറിന് ശേഷം ചെറിയൊരു പവറായി തുടങ്ങും. പിന്നെ രാത്രി ഇശാക്ക് ശേഷമാണ് കട്ട തിരക്ക്. എല്ലാവരും ഇറങ്ങും. തറാവിക്ക് ശേഷം എല്ലാവരും റോട്ടിലിറങ്ങും. ഭയങ്കര തിരക്കേക്കാരും. പിന്നെ നോമ്പ് തുറക്കുന്ന ആ സമയത്തും കുറച്ച് തിരക്കേക്കാരും. ഇപ്പം റോഡൊക്കെ ഉള്ള സമയത്ത് ആങ്കർ സ്റ്റേഷനൊക്കെ വെറുതെ. ഞാൻ ഓല് വർക്കിന് ഇറങ്ങുന്ന സമയക്കാരം. നോമ്പൊക്കെ എല്ലാവരും നോൽക്കും. ചിലർ നോമ്പ് നോൽക്കാത്ത ആൾക്കാരുണ്ടാവും കുറച്ചൊക്കെ. നമ്മളിത് ബവാദി ഏരിയ കൂടെയാണ്. ബവാദിയിലാണ് ഒരു ഫസ്റ്റ് മദ്രസ ഉള്ള ഒരു ഷറഹരമ്മൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബവാദി ഗല്ലി കൂടെ ഇങ്ങനെ കയറിയിട്ട് വീണ്ടും നമ്മൾ അന്തരസ് ദവാറിൻ്റെ അടുത്ത് കേട്ടോ, കോമ്പസ് ദവാറിൻ്റെ അടുത്താണ് അടുത്ത മദ്രസ. അതെടുക്കുക പോരുക. അപ്പോൾ ആദ്യം ഇവിടെ ഞാൻ മാറ്റി മദ്രസ വേറെ സ്ഥലത്തേക്ക് ആക്കി. അവിടെ പോയി മദ്രസ എടുക്കുക, തിരിച്ച് നേരെ അബൂഹർക്ക് പോവാം. അതിൻ്റെ ഇടയിൽ കുറേ പരിപാടികളൊക്കെ ചെയ്യണം. ജദീദ് മാഫി مكان قديم.
جديد ما إمارة في جديد هذا جديد إمارة في جديد سيارة. كلنا في النوم ما في أحد. هذا كاميرا قديم. ما في أحد في الطريق. شوف كله سليب سليب. مطعم مكة مطعم مكة وادي مطعم مكة. حتى هذا قديم مرة. സത്യൻ റോഡിലേക്ക് ഇറങ്ങിയിട്ട് നേരെ ഇത് കിം ഫഹദ് റോഡ് ഇത് നേരെ ഇറങ്ങിയിട്ട് നേരെ പോയിട്ട് സൂക്ക് മുസ്തഖ്ബലിൻ്റെ അവിടെ യൂട്ടേൺ അടിച്ചിട്ടൊക്കെയാണ് പരിപാടി മദ്രസ ഉള്ളത്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതൊക്കെ എടുത്തിട്ട് വേണം റൂമിലേക്ക് പോകാൻ. വലിയൊരു നോമ്പിന് രസമാണ്, സമയം പോകാനൊക്കെ ഒരു നേക്കാണ്. പക്ഷേ ഉറങ്ങുക അതൊരു വൈബാണ്. രാത്രി ഡ്യൂട്ടി പകൽ ഉറങ്ങുക. പക്ഷേ ഇത് രാത്രി പകലും ഡ്യൂട്ടി ആവും. അവൾക്ക് ആകെ വിലക്കാവും, ഉറക്കം കിട്ടൂല. രാവിലെ ഉറങ്ങി തൂക്കിയാണ് മദ്രസക്ക് പോകേണ്ടി വരും. അതൊക്കെ ഡേഞ്ചറാണ് മതി. രാവിലെ ഉറക്കം വിട്ടാണ്ടുള്ള മദ്രസക്ക് പോക്ക് കാര്യങ്ങളൊക്കെ. നമുക്ക് ഉച്ചക്ക് വന്നാൽ ഉറങ്ങാനും സമയം ഉണ്ടല്ലോ, ഉറക്കം വരില്ല. നമ്മൾ ഉറങ്ങുന്ന സമയത്തല്ലേ നമുക്ക് ഉറക്കം വരുള്ളൂ. ഇതാകെ തലങ്ങും വിലങ്ങും ആയിട്ട് ഉറങ്ങിയാൽ നമുക്ക് ആകെ പ്രശ്നമാവും. ശരി خلاص ترى باقي اسبوع خلاص. بعدين يقفل صح؟ خلاص اسبوع. هذا اسبوع بعدين اسبوع. هذا اسبوع كمان اسبوع ثاني. ايوه بعدين خلاص. بعدين اثنين ثلاثة اسبوع صح؟ يمكن مدرسة يخلص اليوم ايش؟ اليوم اثنين صح؟ أحد اثنين. اثنين ايوه. ثلاث ربوع خميس. ربوع خميس ممكن ما في ربوع. خميس وربوع يمكن ما في. ما إن شاء الله. وكمان خميس وربوع يمكن ما في، واحد واثنين يمكن بس يروح. بعدين ما في ربوع. بعدين خلاص ربوع. ما ادري يمكن. في بس أدرس إيش؟ قرآن؟ قرآن. رمضان ولا كله فيه؟ بس 6 حصة. 6. واحد حصة نص ساعة. واحد ساعة؟ لا نص ساعة. نص ساعة؟ 30 دقيقة. بعدين 30 دقيقة ثانية. أيوة. هذا سيارة أحسن صح؟ في البيت؟ كبير عشان في جوا مكان كثير. في 3 صح؟ ورا 3 3 ورا قدام 3 بعدين 3 كم؟ هنا 1 10 نفر روح. هذا 1 هذا 2 هذا 3. 10 نفر روح زي جيمس ما فيها 10 نفر 7 نفر صح؟ شلون 3 سيارة 3 سنين. حتى هو 10 خبران 10 نفر. 1 2 3 4 5 لا 8. هذا 10 نفر. هنا 1 هنا 2 هنا 3 هنا 4 هنا 5. هذا قدام 3 هذا سيارة. والله 3 3 3 انتم 3 هنا خل مروان 1 2 3 4 5 6 7 8 هذا كم؟ 9 صح؟ في كبير كمان جيمس هذا كم؟ 12 نفر. هذا كله نفسه. نفس تاخذ صح؟ نفس تاخذ. هذا جوار هندسة عارف؟ هذا كمان 3 صح؟ هذا 3 6 هذا 6 7 طبعا نفس بس ما في مقاس. هذا ما ينفع يجلس بزور بس. ما بزور كثير. هذا دوار هندسة شفته جو وتلة سيدة زي كده. هذا هندسة. هذا كم فيلم؟ هذا مروان نفسه اكسبediشن ما زين سيارة بس. هذا جديد. هذا بورش. هذا بورش 2 هنا 1 هنا 2 هنا 3 هنا 4 5 بس. بورش فلوس وسن يحب بورش بورش. مرة يحب بورش. انت وحب ايش؟ أنا بوجاتي. بوجاتي ايوه. أنت تحب إيش؟ انا ايوه حب. ها؟ سيارة مرة كثير أحب مرة. هذه جروفر. رينج روفر.
رقم كثير. هنا ممنوع نوقف صح؟ ممنوع صح؟ هنا ممنوع نوقف صح ولا؟ بيدي بس دحين نجي. الله كل المايك دحين انا اروح ادخل جوا دقيقة هو خارج حارة يا جماعة. كده لسه ما في خلص باب مو مفتوح مفتوح هذا. هو 12:30 دحين 8 شيء. دق جرس اهو في جرس يدق دق جرس. خلاص انا وصلت المكان. حس المكان ما في خوف الحين كلمنا احنا نجي. هذا باب هذا كبير عشان نفرشه. കുട്ടികൾ വരണമെങ്കിൽ മൈക്കൽ ഇങ്ങനെ വിളിച്ചറിയണം എന്നാലേ കുട്ടികൾ വരുള്ളൂ. അപ്പോൾ മൈക്കൽ വിളിച്ചറിഞ്ഞ് കുട്ടികൾ പുറത്തിറക്കും. അപ്പോൾ നമ്മൾ هذا جديد مدرسة نفسه أول നേരെ വിടുക. അതൊക്കെ പരിപാടി. അതുള്ള പച്ചക്കറി കട കുറച്ച് പച്ചക്കറി വാങ്ങാൻ അത് വാങ്ങിയിട്ട് നേരെ നോമ്പുറക്കാൻ പോവാം. നോമ്പുറക്കാൻ പള്ളിക്ക് പോകാനുള്ള പരിപാടിയാണ്. കുറച്ച് നേരത്തെ ഇറങ്ങി അവിടെ ആരും പച്ച കേട്ടോ പച്ച വണ്ടിയിൽ ഇങ്ങനെ കഴിയും. അവിടത്തൊക്കെ ചെടി കാട്ടും. അവിടത്തൊക്കെ പരിപാടികളാണ്. വൈകുന്നേരം എല്ലാ പരിപാടിയും തീർക്കും. പിന്നെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അവിടെ തീർപ്പുള്ളത് തീർക്കും. ഇവിടെ നല്ല പണിയിരിക്കും കേട്ടോ. പിന്നെ വേറെ ഓട്ടങ്ങളും കാര്യങ്ങളും ഡ്രൈവറാണ് വലിയ ഓട്ടമൊന്നും. അപ്പോൾ ഓരോ പണി ഇങ്ങനെയുള്ള പണി വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് തീർക്കും. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം വണ്ടി കിട്ടിയത്. क्या बोला ये फील कुछ नहीं बोला कुछ नहीं बोला مع بعض هو كلام ايوه طب انت ودي حط قدامك ഈ ചങ്ങായിക്ക് ഭ്രാന്താണ്. ഓന് എന്താ വെച്ചാൽ ഫുഡ് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ എല്ലാവർക്കും കിട്ടിയതാണ് ഓനും കിട്ടണം. ഇല്ലെങ്കിൽ എല്ലാം അടിച്ചോ നിരത്തി തീരുമാനം ഉണ്ടാക്കുമോ. പിന്നെ നമ്മൾ പെരലെത്തി. പിന്നെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ കളിക്കാൻ പോവുക. ചെക്കന്മാരെ കളിച്ചാൽ കൊണ്ടുപോയിട്ട് അവിടെ എന്തോ മാച്ചാണ്. വേറെ ഏതോ ക്ലബ്ബ് O50 മോട്ടൻ ഒന്നെങ്കിൽ അങ്ങനെ കളി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ക്ലബ്ബാണത്. അപ്പോൾ അവിടെ കളി നടന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് റൂമിൽ പോകണം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തൊക്കെയോ മാച്ചാണ്. അത് 151 നമ്മളെ ചങ്ങായിൻ്റെ ടീം. പിന്നെന്താ വെച്ചാൽ ആ മാച്ചൊക്കെ കഴിഞ്ഞിട്ട് ചെക്കനവിടെ കൊണ്ടുപോയിടണം. അത് കഴിഞ്ഞിട്ട് ജിമ്മ് കൊണ്ടുപോയിട്ടാണ് തിരിച്ച് റൂമിൽ കയറുക. രാത്രി 1 മണിക്കാണ് തിരിച്ചെടുക്കേണ്ടത്. ഈ കളിക്ക് ഇവിടെ എൻ്റെ ഒപ്പം നിൽക്കണം. ചെറിയ ചെക്കനായണ്ട് അതിൽ തിരിഞ്ഞാണ് പോയി കഴിഞ്ഞാൽ ആകെ വിലങ്ങാവും. പിന്നെ നമ്മൾ വേന തിരഞ്ഞെടുക്കേണ്ടി വരും. ആകെ പ്രശ്നമായിരുന്നു. ഇത് നല്ല എന്താ വെച്ചാൽ ഇവിടെ കുറച്ച് നേരം ഈ കളിയും കണ്ട് ഇങ്ങനെ കുത്തിറക്കുക. ചെക്കന്മാർ കളിയാട്ടോ, നാട്ടിലത്തെ ആയിരിക്കല്ല, പൊളി കളി ചെക്കന്മാർ. ഇത് മാച്ച് മറ്റേ ട്രെയിനിങ് കൊടുത്ത് പഠിപ്പിക്കുന്നതുകൊണ്ട് ചെക്കന്മാർ വമ്പകളെ 850 റിയാലോ 900 റിയാലായിട്ട് ഒരു മാസത്തിന് ഫീ ഉണ്ടോന്ന്. അങ്ങനെ ഇപ്പോൾ കുറച്ച് ആയി ഇപ്പോൾ കൊടുന്ന് നോക്കിയിട്ട്. ഇത് കഴിഞ്ഞിട്ട് ജിമ്മ് കൊണ്ടുപോയിടാണ്ട് ഒരു കുട്ടിക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ രാത്രി 1 മണിക്കാണ് കഴിയുക. അങ്ങനെ ഓരോ ബക്കൊട്ടി പരിപാടി. ഇനി ഏതായാലും നമ്മൾ വീഡിയോ ഇവിടെ അതിൻ്റെ പേയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം.